അപ്പോൾ വേനൽക്കാലത്ത് വെള്ളം എങ്ങനെ എടുത്ത് കുടിക്കരുത്. ഗുളുഗുളുകളോ എന്ന് പറഞ്ഞ് ചില കിണ്ടി സഹിതം ഒഴിക്കണം കാണാം. 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ ഒരു കവിള് വെള്ളം വായിൽ നിർത്തി ഉമിനീര് ചേർത്ത് ദഹനഭാഗം വരുത്തി ഒരു കവിള് വെള്ളം. അങ്ങനെ കുടിക്കാൻ പറ്റുന്നവർ അങ്ങനെ കുടിക്കുക. അല്ലായെങ്കിൽ പോലും ഒരു ഗ്ലാസ് വെള്ളത്തിൽ കൂടുതൽ ഒരുമിച്ച് കഴിക്കരുത്. ഇപ്പോൾ വെള്ളം കൂടുതൽ കുടിച്ചാൽ തന്നെ വേനൽക്കാലത്തെ പിടിച്ചു നിർത്തും. പ്രകൃതിപാതയിലെ സൗഖ്യ സാക്ഷ്യങ്ങൾ. സൈമൺ ബ്രിട്ടോയെ നിങ്ങൾ എല്ലാവരും അറിയും. സൈമൺ ബ്രിട്ടോ തുടങ്ങി ലക്ഷ്മിക്കുട്ടി വരെയുള്ള പ്രകൃതി ജീവനത്തിന്റെ ഉപാസകരെ ഇന്റർവ്യൂ ചെയ്ത് എറണാകുളത്തെ പത്രലേഖകരിൽ പ്രധാനിയായ സോമു ജേക്കബ് തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. ഏതെല്ലാം രോഗങ്ങൾ എങ്ങനെയെല്ലാമാണ് ഓരോരുത്തരും മാറ്റിയെടുത്തത് നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും. കുറച്ചുകൂടെ കൃത്യമായി പ്രകൃതി ജീവനത്തെ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് പ്രകൃതി ജീവനം പാലിക്കാൻ ആത്മവിശ്വാസം നൽകാൻ ഈ പുസ്തകം സഹായിക്കും. 130 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. 9496044503 ഈ നമ്പറിലേക്ക് നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ്സ് സഹിതം അയച്ചാൽ പുസ്തകം ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നേച്ചർ ലൈഫ് പ്രോഡക്ട്സ് ഓൺലൈൻ സൈറ്റിലൂടെയും നിങ്ങൾക്ക് പുസ്തകത്തിന് ഓർഡർ നൽകാവുന്നതാണ്. വായിൽ നിർത്തി ഉമിനീര് ചേർത്ത് ദഹനഭാഗം വരുത്തി ഒരു കവിള് വെള്ളം. അങ്ങനെ കുടിക്കാൻ പറ്റുന്നവർ അങ്ങനെ കുടിക്കുക. അല്ലായെങ്കിൽ പോലും ഒരു ഗ്ലാസ് വെള്ളത്തിൽ കൂടുതൽ ഒരുമിച്ച് കഴിക്കരുത്. ഇപ്പോൾ വെള്ളം കൂടുതൽ കുടിച്ചാൽ തന്നെ വേനൽക്കാലത്തെ പിടിച്ചു നിർത്താൻ സാധിക്കും. വറുത്തു മുരിച്ചത് ഒരു സാധനം കഴിക്കരുത്. അത് പ്രേതഭക്ഷണമാണ്. നിങ്ങളെയും പെട്ടെന്ന് പ്രേതമാക്കും. കൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ജീവനുള്ള ഭക്ഷണം, പഴങ്ങൾ, പച്ചക്കറികൾ, കരിക്ക്, തേങ്ങ, ആ ഭക്ഷണ സാധനങ്ങൾ ഫ്രഷായി തന്നെ കഴിക്കുക. ഏറ്റവും ഫ്രഷായിട്ട് കഴിക്കുക. ഒരു നേരത്തെ ഭക്ഷണം അതൊക്കെ മതി. ഇങ്ങനെ തിന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഉറക്കം നിൽക്കരുത്. വേനൽക്കാലത്ത് ഉറക്കം നിൽക്കുന്നതും തണുപ്പ് കാലത്ത് ഉറക്കം നിൽക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. തണുപ്പ് കാലത്തും ഉറക്കം നിൽക്കരുത്. ഉറക്കം ശരീരത്തിൻ്റെ ഔഷധമാണ്, റിപ്പയറിംഗ് ആണ്. അതുകൂടെ മനസ്സിലാക്കണം. ഡീഹൈഡ്രേഷൻ നന്നായി വന്നൊരു ശരീരത്തെ വെള്ളത്തിലെടുത്തിട്ട സ്പോഞ്ച് വെള്ളം വലിക്കുന്ന പോലെ സ്കിന്ന് വലിക്കും. ഇപ്പോൾ പലപ്പോഴും ഡീഹൈഡ്രേഷൻ കൊണ്ട് ആശുപത്രിയിലൊക്കെ ആൾ മരിക്കുമ്പോൾ അവർ IV കയറ്റ് ചെയ്യുക. ഫ്ലൂയിഡ് ഒന്നും അങ്ങനെ കയറ്റാൻ പാടില്ലാത്തതാണ്. പക്ഷെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ അവർ ചെയ്യട്ടെ. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ചെയ്യാവുന്നത് ഒരു വലിയ ടബിൽ വെള്ളത്തിൽ മുക്കി ആളെ കിടത്തുക എന്നുള്ളതാണ് ഒരു കാര്യം. ഡീപ്പ് ഇൻസൈഡുള്ള ഓർഗൻസിന് ഈ വെള്ളത്തിൽ കിടന്ന് കിട്ടുന്നത് മാത്രം മതിയാവില്ല. ബാലൻസ് ചെയ്യും, രക്തത്തിൻ്റെതൊക്കെ ബാലൻസ് ചെയ്യുമെങ്കിലും നമ്മൾ വെള്ളം കുടിച്ചു കൊടുക്കുക തന്നെ വേണം.